പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഓശാന ഞായറാഴ്ചയിലെ എവൻഗേലിയൻ ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ രാജകീയ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ നമ്മൾ ധ്യാനിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ ഓശാനയോട് ബന്ധപ്പെട്ട് ദേവാലയ വിശുദ്ധീകരണത്തെക്കുറിച്ച് ധ്യാനിച്ചു. ദേവാലയം നമ്മളാണെന്നും നമ്മളുടെ ഇടവക പള്ളിയാണെന്നും അതെല്ലാം നമ്മളുടെ പരിശ്രമം കൊണ്ട് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെന്നെല്ലാം നമ്മൾ ധ്യാനിച്ചു പോന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു പോകുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു പോകുന്നത്. 21-ാം അധ്യായത്തിൽ നമ്മളിപ്രകാരമാണ് അവിടെ വായിച്ചു പോകുന്നത്. ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് അടുത്തത് അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുന്ന ഭാഗമാണ്. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. യെരുശലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനം, യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം കഴിഞ്ഞു. ദേവാലയം ശുദ്ധീകരിച്ചു. അവൻ ബഥാനിയയിലേക്ക് വീണ്ടും പോയി. ഈ ശുദ്ധീകരണമെല്ലാം കഴിഞ്ഞ് യേശു ബഥാനിയയിലേക്ക് പോയി. ബഥാനിയ വിട്ട് വീണ്ടും അവൻ തിരിച്ചു പോരുകയാണ് പിറ്റേന്നാൾ. ആ വരവിൽ യേശുവിന് വിശന്നു. ഇതൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇപ്പോൾ കർത്താവെ ഓശാനയുടെ ദിവസത്തെ ധ്യാനം, ഇത് മൂന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ ഈ മൂന്നാം ദിവസത്തെ ധ്യാനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായും കൂടുതൽ ശക്തമായും ഞങ്ങളോട് ഇടപെടുന്ന അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട ദൈവവചനം അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ബഥാനിയ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്കുള്ള പാതയിൽ ഒലിവ് മലയിൽ നിന്നും 2 മൈൽ അകലെ ബഥാനിയ. ജെറോം പറയുന്നു, അന്ന് യേശു താമസിച്ചത് ലാസറിൻ്റെ ഭവനത്തിലായിരിക്കാം. അവിടുന്ന് പോരുമ്പോൾ യേശുവിന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കൊണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയതെങ്ങനെയെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 2 കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അത്തിവൃക്ഷത്തെ ശപിക്കുന്നു, അത് ഉണങ്ങിപ്പോകുന്നു. 2, അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന്
ശിഷ്യന്മാരോട് യേശു പറയുന്നു. എങ്ങനെ അത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ അത്തിയെക്കുറിച്ചൊരു വ്യത്യസ്തമായൊരു കാര്യം പറയുന്നുണ്ട്. അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. പ്രിയമുള്ളവരെ, പിന്നെ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ തുടങ്ങിയാണ് ഈ വിശ്വാസത്തെക്കുറിച്ച് അവിടെ യേശു സംസാരിക്കുന്നത്. അവർ അത്തി ഉണങ്ങിയത് കണ്ടപ്പോൾ എന്നെ ഒരുപാട് ആദ്യകാലങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണിത്. നിന്നിൽ ഇനി ഒരു കാലത്തും ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നു, അത് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഒരു ശാപവാക്ക്. വിശ്വാസത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ശപിക്കരുത് എന്നാണല്ലോ യേശു പറഞ്ഞിരിക്കുന്നത്. ആരെയും ശപിക്കരുതെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് യേശു ശപിച്ചത് എന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി, അത്തി ഒരു സീസൺ വൃക്ഷമാണെന്നും അത്തി ഫലമുള്ള കാലത്ത് ഇലകളെല്ലാം തളിരിട്ട് നിൽക്കുമെന്നും ഫലമില്ലാത്ത കാലത്ത് ഇല കൊഴിഞ്ഞു നിൽക്കുമെന്നുമാണ് അത്തിയുടെ സ്വഭാവമെന്ന് ആ വേദപണ്ഡിതൻ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അത്തിവൃക്ഷത്തെ ന്യായമായും ശപിക്കാം. കാരണം എന്താണ്? ഫലമില്ലാതിരിക്കുന്ന കാലത്ത് ഫലമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അനുഭവം. പ്രത്യേകിച്ച് വിശന്നു വരുന്ന വ്യക്തിയുടെ മുമ്പിൽ. വിശപ്പൊരു നിസ്സാര കാര്യമല്ലല്ലോ. നമുക്ക് നന്നായി വിശക്കുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊക്കെ ധാരാളം ഭിക്ഷാടകരായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ വലിയ കല്യാണ മണ്ഡപങ്ങൾ, അവിടെ വലിയ സദ്യയോ സെക്യൂരിറ്റിയോ ആൾക്കൂട്ടവും കാറും ബഹളവും കേൾക്കുമ്പോൾ ഭിക്ഷാടകനായ മനുഷ്യൻ വിചാരിക്കുന്നു അവൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും, വയറ് നിറച്ച് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു. ഗേറ്റിങ്ങ് ചെല്ലുന്നു, സെക്യൂരിറ്റി ഓടിക്കുന്നു. വിശന്നിട്ട് ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു, ആട്ടി ഓടിക്കുന്നു. പോകാതെ വരുമ്പോൾ ചൂടുവെള്ളം കോരി ഒഴിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വിശപ്പ് ഒരു പ്രധാന ഘടകമാണ്. ഒരിക്കലും ഒരു കൊച്ചു പയ്യൻ, ഒരു 15 വയസ്സിൻ്റെയൊക്കെ അടുത്ത് പ്രായമുള്ള ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, അവൻ്റെ ദൈവത്തെ കല്ല് വെച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ തമിഴ്നാട്ടിലൊരു ചേരിയിലാണ് ജനിച്ചത്. അച്ഛനമ്മയൊക്കെ പിണങ്ങി, രണ്ടാനമ്മയ്ക്കായിട്ട് അവനമ്മ ഇല്ല, അച്ഛൻ രണ്ടാനമ്മയുടെ കൂടെയാണ്. അവരൊക്കെ പിണങ്ങി പല വഴിക്കായി. എല്ലാം ഒരു മോശമായ അവസ്ഥ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ആ പ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ ഈ റെയിൽവേ പരിസരത്തായിരുന്നു. അപ്പോൾ ഭിക്ഷാടനം പോലെ ചിലപ്പോൾ കൈ നീട്ടും, ചിലപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ആളുകളുടെ ചെരുപ്പ് തുടയ്ക്കും, ചിലപ്പോൾ സീറ്റ് തുടയ്ക്കും. അങ്ങനെയൊക്കെ ഭിക്ഷ എടുത്താണ് ഇവൻ വളർന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവൻ വളർന്ന് ഇവനൊരു 10-14 വയസ്സുള്ള സമയത്ത് സ്ഥിരം റെയിൽവേയിലായി ഈ തൂത്ത് തുടച്ച് ഭിക്ഷ എടുത്ത് ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കേസ് ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടക്കുകയാണ്. ഒരു കളവ് കേസ്, പ്രധാനപ്പെട്ടൊരു കളവാണ്. അപ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരെയും, ട്രെയിനിൽ വെച്ചുള്ള കളവാണ്. അപ്പോൾ ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്ന ഇങ്ങനെ ട്രെയിൻ വടക്കോട്ട് പോയാലും തെക്കോട്ട് പോകുമ്പോഴൊക്കെ ഈ തുടച്ച് വൃത്തിയാക്കുന്ന ഈ പിള്ളേർ, ഇതിൻ്റെ ബിസിനസ്, ട്രെയിനിലെ കച്ചവടക്കാർ, അനധികൃത കച്ചവടക്കാർ, ലൈസൻസ് ഉള്ളവരല്ല, ഈ കച്ചവടക്കാർ എല്ലാവരെയും പോലീസ് ഭയങ്കരമായിട്ടുള്ള പരിശോധനകളും ചോദ്യം ചെയ്യലും അടിക്കലും ഒടിക്കലൊക്കെയാണ്.
അങ്ങനെ ഇവൻ പറയുകയാണ് 3 ദിവസമായി ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ചെന്നിട്ട് ഈ കുഞ്ഞ് പറയുകയാണ്, ഞാൻ വിശപ്പിൻ്റെ വില പറയുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് അവിടെ 3 ദിവസമായി ആ പരിസരത്തേക്ക് ചെന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി കാണുമെന്ന് വിചാരിച്ച് ഇവനിങ്ങനെ ഈ റെയിൽവേ പരിസരത്തേക്ക്, ഈ സ്റ്റേഷൻ പരിസരത്തേക്ക് പതിയെ പതിയെ വരുമ്പോൾ ഒരു വണ്ടി അവിടെ വന്ന് നിന്നു. 5 മിനിറ്റ് ആ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വീഴുമോ എന്ന് ഇവൻ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെയൊക്കെ പുറകിൽ നിന്ന് നോക്കി. അപ്പോൾ ഇതാ ഒരു പൊതി ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉള്ളിൽ നിന്ന് ആ ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞു. ഇവനത് ഓടിച്ചെന്ന് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയോളം ഈ ചെളിവെള്ളത്തിൽ ഈ ഓടയിൽ താഴ്ന്നു തുടങ്ങി. എന്നാലും അവനതെടുത്ത് വിടർത്തി കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ബിരിയാണിയാണ്, ബാക്കി വന്ന ബിരിയാണി. അതിങ്ങനെ ഒരു നുള്ളെടുത്ത് വായിലേക്ക് വയ്ക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഒറ്റ അലറിൽ ഇവൻ ആ പൊതി ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് വീണ്ടും ഓടിയ. അപ്പോൾ ഇവൻ ദൈവത്തെ കല്ലെറിയാൻ കാരണം അങ്ങനെ ഓടി അവനാ ട്രാക്കിലൂടെ മുന്നോട്ട് കുറേ ഓടിപ്പോകുമ്പോൾ ആ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഒരു ചെറിയ അമ്പലം, ആ അമ്പലത്തിൽ ഇവൻ അവിടുത്തെ വിഗ്രഹത്തെ നോക്കി ഇവൻ കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത്. നീയാണോ ദൈവം എന്ന് ചോദിച്ചു. അതിന് കാരണം ഇവൻ കൊച്ചു പറയുന്നത് ഇതാണ്, ഇവൻ്റെ റെയിൽവേ പരിസരത്തുള്ള ജീവിതം അമ്പലമായിട്ടൊരു ബന്ധവും ഇവനില്ല. പക്ഷേ ഇവൻ കല്ലെറിയാൻ കാരണം പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ 3 ദിവസം ഈ പരിസരത്ത് കയറാൻ പറ്റാതെ പുറമെ നിന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ വരുന്നവരോട് ഭിക്ഷ യാചിക്കാനായിട്ട് കൈനീട്ടി നിന്നപ്പോൾ പള്ളി പരിസരത്തുള്ള പള്ളിയുടെ ഭാരവാഹികൾ അവനെ ഓടിച്ചു. ചെരുപ്പ് കാക്കാൻ വന്നേക്കളാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു. ബോർഡ് കണ്ടില്ലേ, ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരും ഇതുപോലെ വടിയെടുത്ത് ഓടിച്ചു. അപ്പോൾ ഇവനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു കുഞ്ഞ്. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഓടിച്ചപ്പോൾ അവിടെയും അവന് രക്ഷയില്ല, ദൈവ മുമ്പാകെ രക്ഷയില്ല. അതുകൊണ്ടാണ് അവൻ ആരാധിച്ചു പോകുന്ന ദൈവത്തെ കല്ലെറിഞ്ഞത്. നീ ദൈവമാണോ എന്ന് ചോദിച്ചു. പട്ടിണി മാറ്റാൻ കഴിയാത്ത, വിശപ്പ് മാറ്റാൻ കഴിയാത്ത നീയൊക്കെ ദൈവമാണോ എന്ന് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞെന്നാണ് ആ പയ്യൻ പറയണത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, വിശപ്പ് അതിൻ്റെ വില നിസാരമല്ല. വിശപ്പ് വളരെ വലുതാണ്, വിശപ്പിൻ്റെ വില. അപ്പം ഉണ്ടാക്കി വിൽക്കുന്ന തൃശ്ശൂർ അങ്ങാടിയിൽ അപ്പനുറുക്കുകളെല്ലാം കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന ഒരു കൊച്ചു പയ്യൻ അവൻ്റെ സാക്ഷി ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അവൻ അവസാനം ചെന്നെത്തിയത് കൊട്ടേഷനിലാണ്. കൊട്ടേഷൻ പണിയാണ്, ആളെ വെട്ടുക, നുറുക്കുക. അപ്പോൾ വിശപ്പ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പ്രിയമുള്ളവർ, ഇവിടെ ഈ അത്തി തൻ്റെ ഉള്ളിൽ തന്നിൽ ബലമില്ല എന്ന് അറിയിക്കേണ്ട, ഇല കൊഴിഞ്ഞു നിൽക്കേണ്ട സമയത്ത് ഈ അത്തി തളിരിട്ട് നിൽക്കുമ്പോൾ ഈ അത്തിയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പോലും ചതിക്കുന്ന, വഞ്ചിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നിന്നിൽ ആരും നിന്ന് ഒന്നും കഴിക്കാതിരിക്കുക, കാരണം ഇനി ആരും നീ വഞ്ചിക്കരുത് എന്നുള്ളതാണ്. ഈ അത്തി നമ്മളാണെന്ന് സഭാപിതാക്കന്മാർ പറയുന്നു. എന്താണ്? നമ്മളും ഇതുപോലെയാണ്. എന്തൊക്കെയോ നമ്മളിലുണ്ട് എന്ന് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം പ്രമാദങ്ങൾ നമ്മളിങ്ങനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ചേട്ടന് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ്, ഒരു പട്ടിണി വന്ന സമയത്ത് മോൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോരെ,
അപ്പച്ചേട്ടൻ സഹായിച്ചിരിക്കുന്നു. ഞാനൊരു ദിവസം ഇവിടെ അരിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉച്ചത്തേക്ക് അരിയില്ല. അപ്പോൾ രാവിലെ തന്നെ ആ ചേട്ടൻ തൻ്റെ ഓഫീസ് തുറക്കണ സമയം നോക്കി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ചേട്ടൻ ഓഫീസ് തുറന്നു. ഒരു 5 മിനിറ്റ് ചേട്ടൻ പ്രാർത്ഥിച്ചു. നന്നായിട്ട് കൈയടിച്ചൊക്കെ പാടി ദൈവത്തെ ആരാധിച്ചൊക്കെ സ്തുതിച്ചൊക്കെ വച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ പോകുന്നതെന്ന് ചോദിച്ചു. പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ അകത്ത് കയറി. ഞാൻ പറഞ്ഞു, ഉച്ചത്തേക്ക് അരിയില്ല, ഒരു ചാക്ക് അരിയെടുക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ കുറച്ച് അരിയെടുക്കാനുള്ള സംവിധാനം ചെയ്തു തന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇന്ന് ചേട്ടൻ ചേച്ചിയായിട്ട് പിണങ്ങിയാണ് വന്നിരിക്കുന്നത്. കുറേ വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ കാരണം പുള്ളി പറഞ്ഞത്, വീടിൻ്റെ ഫ്രണ്ടിലെ വാതിൽ പൊളിഞ്ഞു പോയിട്ട് കേടുപാട് സംഭവിച്ചിട്ട് മാസങ്ങളായി, ഇന്ന് വരെയും അത് നന്നാക്കാൻ പറ്റും. ഒന്ന്, സമയം കിട്ടുന്നില്ല. 2, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തിരി ടൈറ്റാണ്. ഞാനിപ്പോൾ അതിലേക്ക് നോക്കിയാൽ ഒരു 25 കൊല്ലം മുമ്പ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയാൽ ഒരു 25,000 രൂപ ചിലവ് വരുമെന്ന് പറയുകയാണ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നോ അപ്പോൾ ചേട്ടനെ സമീപിക്കുക. ഇനി അദ്ദേഹം ആ ബുദ്ധിമുട്ട് പറഞ്ഞു, എന്നാൽ ശരി ചേട്ടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവട്ടെ മോനെ, പിന്നൊരു ദിവസം നമുക്ക് നോക്കാം, പ്രാർത്ഥിക്ക്, ചേട്ടന് ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ എന്ന് പറഞ്ഞ് ഒക്കെ എന്നെ വിട്ടു. വേറൊരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, വർഗീസിൻ്റെ വീട്ടിൽ 14 രോഗികൾ താമസിക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഞാൻ ഒരു സമൂഹത്തോട് വിളിച്ച് പറയുകയാണ് ഈ വിഷയം വെച്ചുകൊണ്ട്, എന്നാൽ പറയട്ടെ, 14,000 പേരെ പോറ്റാനുള്ള കഴിവ് എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ പറയുന്നു, എന്തൊരാവശ്യവും നടത്താൻ വർഗീസിന് എപ്പോഴും എൻ്റെ അടുത്ത് വരാം, എൻ്റെ വീട്ടിൽ വരാം. എല്ലാവരും കൈയടിച്ച്. കുറേ നാളത്തേക്ക് 14 ആൾക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തന്നുകൊണ്ടിരുന്നു. മാസങ്ങളായി, വർഷങ്ങളായി. 1-2 വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ 14, 28, 30, 50. ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിങ്ങനെ കൂടെ അളവ് കൂട്ടാൻ ഞാൻ വല്ല കുലുക്കി പറിച്ചെടുക്കുകയാണോ, മരത്തേന്ന് കുലുക്കുകയാണോ പണം എന്ന് ചോദിച്ചു. 14,000 പേരെ പോറ്റാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞയാൾ സ്വഭാവം മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചില അത്തികൾ അതിൻ്റെ സൃഷ്ടാവിനെ പോലും ചതിക്കും. മനസ്സാക്ഷിയും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി വലുതാണെന്നിങ്ങനെ പർവ്വതീകരിച്ചു വെക്കും. സത്യത്തിൽ ഉള്ളുവെറും പൊട്ടയാണ്. കുശുമ്പും കുന്നായ്മയും ആർക്കൊരു മനസാക്ഷിയും ഇല്ലാത്ത അനുഭവമാണ്. ഇതാണ് ശപിക്കപ്പെടാൻ കാരണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിശ്വാസത്തോടു കൂടി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോയാൽ തീർച്ചയായിട്ടും ശപിക്കപ്പെട്ടിരിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമെന്ന് കർത്താവോട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് മാറി പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ അത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്, അത് ഫലമില്ല എങ്കിൽ ഫലമില്ല എന്ന് അറിയിക്കുന്ന രീതിയിൽ നിൽക്കണം. അത്തിവൃക്ഷം എപ്പോഴും തണൽ തരുന്നതാണ്, ഫലഭൂയിഷ്ഠമാണ്. അത്തി ഒരു വേദപുസ്തകം വളരെ പ്രതീക്ഷയോടുകൂടെ സംസാരിക്കപ്പെട്ടുള്ള ഒരു വൃക്ഷമാണ് അത്തി. കർത്താവ് നഥാനിയോട് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. തണൽ പാർത്തിരിക്കാൻ പറ്റിയ ഒരു വൃക്ഷമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ള അത്തിവൃക്ഷങ്ങൾ ഇല കൊഴിഞ്ഞു നിൽക്കുമ്പോൾ ഈ അത്തിവൃക്ഷം ഫലമുള്ളതായി തളിർത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. അല്ലാതെ
സൃഷ്ടാവ് ഒരു സൃഷ്ടിയെയും ശപിക്കില്ല. ദൈവം ഒന്നിനെയും ശപിക്കില്ല. ദൈവത്തിനെതിരെ നിന്നാൽ മാത്രമേ ദൈവം അത് ശപിക്കുകയുള്ളൂ. ദൈവത്തിനെതിരെ നിന്നാലും ദൈവം ശപിക്കില്ല. ദൈവത്തിനെതിരെ നിൽക്കുക മാത്രമല്ല, ആരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയില്ല എന്നുള്ള ധാരണയിൽ നിൽക്കുന്ന ആളുകളുണ്ട് പ്രവൃത്തി കൊണ്ട്. അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടും. ദൈവത്തിനെതിരെ നിന്ന് തട്ടിക്കളയുമെന്നുള്ള രീതിയൊന്നും ദൈവത്തിനില്ല. എന്തോരോ ആളുകൾ ദൈവത്തിനെതിരെ നിന്നു, ഇപ്പോഴും നിൽക്കുന്നു. പക്ഷെ ദൈവം പോലും സഹികെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് ഈ അത്തിയുടെ പാഠമാണ്. ഹല്ലേലൂയ. ഈ അത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം തൻ്റെ സൃഷ്ടിയെ ശപിക്കില്ല, അനുഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന ഈ അത്തിവൃക്ഷം ഈ ഞാനും നിങ്ങളുമാണ്. ഈ ജെറുസലേമിലേക്ക് വന്ന രാജാതിരാജനായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളുമാണ് ഈ അത്തി, ഫലം പുറപ്പെടുവിക്കേണ്ട അത്തി. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം ചീത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ വെട്ടി തീയിലിടുമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് കർത്താവ് അരുളി ചെയ്തു. ഇവിടെ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി ഈ ഓശാന ഞായറാഴ്ച നമുക്ക് ആകാൻ കഴിയട്ടെ. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം നല്ല ഫലമുള്ള, ആരും ഒരിക്കലും ഇനി നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ശാപവാക്ക് കേൾക്കാനല്ല. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തിക്കൊള്ളുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു. നന്മകളുടെ ഫലം കൊണ്ട് സമ്പുഷ്ടമാകുന്ന ഒരു നല്ല വൃക്ഷം, ആറ്റരികത്ത് നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം നീതിമാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓശാനയിൽ ഈ 3 ധ്യാനം നമുക്ക് പങ്കുചേരുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. യെരുശലേമിലേക്കുള്ള ദേവാലയ പ്രവേശനം, വളരെ വിനീതനായി കഴുതപ്പുറത്ത് സമാധാന പ്രഭുവായ യേശു കഴുതപ്പുറത്ത് കയറി. ഏകദേശം 25 ലക്ഷോളം ആളുകൾ പങ്കെടുക്കുന്ന പെസഹ പെരുന്നാളിൻ്റെ നാളിൽ യേശു തൻ്റെ ദൈവമഹത്വം വെളിപ്പെടുത്തി. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രാജാവാണ് യേശു എന്ന് വെളിപ്പെടുത്തി. രണ്ടാമത് യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചു. അന്യായമായ എല്ലാ പ്രവർത്തനങ്ങളെയും നീക്കം ചെയ്തു. 3, ഒരിക്കലും മനുഷ്യനെ ആകർഷിച്ച് നിരാശപ്പെടുത്തി വിടുന്ന വ്യക്തിത്വങ്ങളാകരുത് എന്ന സൂചന നൽകിക്കൊണ്ട് അത്തിയെ ശപിച്ച് ഉണക്കിക്കളഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഷ്ടാനുഭവ ധ്യാനം, ഈ ഓശാനയുടെ ധ്യാനം, എൻ്റെ നാഥ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഇടവകയ്ക്കും എൻ്റെ സമൂഹത്തിനും സഭയ്ക്കും വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അതിശയങ്ങളുടെയും കാലമായിരിക്കുവാൻ വിശ്വാസത്തോടെ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടി നിൽക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.